तुझे मैं चांद के मम्मी ചായ തായോ മമ്മി ആ കുണ്ടിനടാ ചായ ആ തുझे എല്ലാം പറഞ്ഞു കാണും ജയ് നീ ഒന്ന് അല്ല ഞാൻ പുറത്തോട്ട് പോരാ പുറത്ത് പിന്നെ പോ ഇവിടെ വന്ന് ഇങ്ങോട്ട് വരാൻ അല്ല എന്ത് അല്ല കാര്യം എന്താണ് കാര്യം അറിഞ്ഞാലേ വരുള്ളൂ ഇങ്ങോട്ടിരിക്കും എന്ത് കാര്യം പറയാം രണ്ടൊരു എക്സ്പ്രഷൻ കിട്ടുകയെങ്കിൽ കാര്യം പറയൂ പറയാം ധൃതി എന്ത് കുടിക്ക് കുടിക്ക് ഞാൻ കുടിക്കാം ഇതെന്താ ഉണ്ടായത് ഇന്നെന്തുണ്ടാവാൻ ഞാൻ ചപ്പാത്തി കറി ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ നിന്നോടല്ല ചോദിച്ചത് എവനോടാ ചോദിച്ചത് ഓഫീസിൽ എന്താടാ ഉണ്ടായത് ഓഫീസിൽ എന്തോന്നു ഓഫീസിൽ സാധാരണ പോലെ പോയി ഓഫീസിൽ സാധാരണ പോലെ പോയി അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ആ എന്നാലേ ആ ക്രിസ്റ്റീനയുടെ കാര്യത്തിൽ നീ ചില തീരുമാനങ്ങൾ എടുക്കണം ക്രിസ്ത്യനെ കാര്യത്തിൽ ഞാൻ തീരുമാനിക്കാം ഞാൻ തോന്നുന്നു അവളുടെ അപ്പൻ അവള് വല്ലതും ഒന്ന് പറഞ്ഞായിരിക്കും ആ പറഞ്ഞു നീ കൂടുതൽ അവളോട് സംസാരിക്കാനൊന്നും പോണ്ട സംസാരിക്കണ്ടെന്ന് ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ പിന്നെ സംസാരിക്കൂലേ ആ അതെങ്ങനെ ഇവര് ഒരുമിച്ച് വർക്ക് ചെയ്യല്ലേ അപ്പൊ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണ്ടേ ആ അപ്പൊ നീ അവന്റെ സെറ്റായി അല്ലേ ഞാൻ ആരുടെ സെറ്റൊന്നും അല്ല ഞാൻ ന്യായം പറഞ്ഞതാണ് ന്യായം പറച്ചില് മമ്മി അവളുടെ അപ്രോച്ച് ശരിയല്ല അതുകൊണ്ടാണ് സംസാരിക്കണമെന്ന് പറഞ്ഞത് അങ്ങനെ അപ്രോച്ച് ശരിയില്ലാത്തവരുടെ സംസാരം നടത്തുന്ന പലയിടത്തുള്ള സംസാരം പലരും നടത്തേണ്ടി വരും കണ്ടോ പപ്പ എതിർത്ത് സംസാരിക്കുന്നത് അതെ ജെസ്സിമോക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും നീ ചെയ്യാൻ പാടില്ല അത്ര തന്നെ അതെങ്ങനെ ശരിയാവും അതൊക്കെ അങ്ങ് ശരിയായിക്കോളും ആ കൊച്ചിന്റെ മനസ്സിൽ ചിലപ്പോ ഇവനോട് എന്തെങ്കിലും ഉണ്ടാവും പക്ഷെ ഇവന് അങ്ങനെയൊന്നുമില്ലല്ലോ അത് നിനക്കങ്ങനെ അറിയാം അവരല്ലേ പറയാം അതൊക്കെ എനിക്കറിയാം ഇവൻ എന്റെ മോനല്ലേ ഇവനെ കുറിച്ച് എനിക്ക് എല്ലാ കാര്യവും ഭാര്യയായ ജെസ്സി അവിടെ ഉള്ളപ്പോ നീ എന്തിനാ ആ കൊച്ചിനോട് പോയി സംസാരിക്കുന്നത് അതെ അതിന് ഇവരുടെ കല്യാണം കഴിഞ്ഞ കാര്യം ആ കൊച്ചിനെ എങ്ങനെ അറിയണേ ചേടാ അത് ആ കൊച്ചിനോടങ്ങ് പറഞ്ഞാ പോരെ കൊച്ചെ അതുകൊണ്ട് പ്രശ്നം തീരുമല്ലോ അതൊന്നും അത്ര പെട്ടെന്ന് അങ്ങനെ ചെന്ന് പറയാൻ പറ്റില്ല പറയണോ വേണ്ട പതുക്കെ പറഞ്ഞാ മതി പപ്പ അതൊന്നും പറഞ്ഞില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല ഈ ടോം സോയിനെ കുറച്ച് കൺട്രോൾ ചെയ്താൽ മതി ആ നീ ഇച്ചിരി ഒന്ന് കൺട്രോൾ ചെയ്യണം കേട്ടോ പപ്പ എവിടെ പറയണം പപ്പ അവിടെ ഒരു പ്രശ്നവും ഇല്ല പിന്നെ ഞാൻ എന്തിനു ചുമ്മാ പോയി ആ പെണ്ണിന്റെ അടുത്ത് ഒരു ഇലയ്ക്ക് മുള്ളിലും കേടില്ലാത്തവരെ നിന്ന് ആ പെണ്ണങ്ങ് പൊയ്ക്കോളും ആ ക്രിസ്റ്റീന അതെ എന്തിനു വെറുതെ വഴക്കിന് പോണേ ഇവര് കല്യാണം കഴിച്ച കാര്യം ആ കൊച്ചെങ്ങാനും അറിഞ്ഞാലുണ്ടല്ല പിന്നെ അവിടെ ഓഫീസിൽ സമാധാനമായിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല പപ്പ കൂടുതൽ നോക്കാനും കൊഞ്ചിക്കൊഴലും പോരുന്ന പ്രത്യേകം പറയണം കേട്ടോ ആ അതെ 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 എന്തൊക്കെ പറഞ്ഞാലും ജെസ്സിമോളുടെ സന്തോഷത്തിലാണ് ഈ വീട്ടിൽ ഇമ്പോർട്ടൻസ് അതീ കുറഞ്ഞ ഒരു കാര്യത്തിലും ഞാൻ കൂട്ടിയില്ല അപ്പൊ അവളുടെ സന്തോഷം പോലെയല്ലേ എന്റെ മോന്റെ സന്തോഷവും അവന്റെ ആ സന്തോഷമൊക്കെ കയ്യിൽ വെച്ചിരുന്നാ മതി മോളുടെ സന്തോഷത്തിനാണ് പ്രാധാന്യം മോളെ എല്ലാം ഓക്കെ അല്ലേ ഹാപ്പി ആയല്ലോ ആ എന്നാ മോള് പോയി ഫ്രഷ് ആയിക്കും ഇവള് കണ്ടോണ്ടിരുന്ന കുഴപ്പമില്ലേ എടാ അവള് നിന്റെ ഭാര്യയല്ലേ ലോകത്തെങ്ങും ഇല്ലാത്ത ഒരു അമ്മായിപ്പം വന്നേക്കണം അതെ സ്വന്തം മോൻ കഴിഞ്ഞിട്ട് മതി മരുമോളൊക്കെ അത് നിനക്ക് എനിക്ക് ആ മോള് കഴിഞ്ഞിട്ട് ഈ മോൻ മതി കേട്ടോ ആ പിന്നെ എന്റെ ഓഫീസിലെ ചുറ്റുകളിയും കറക്കമൊക്കെ ഞാൻ അറിയുന്നുണ്ട് ആ മര്യാദയ്ക്കൊക്കെ നടന്നോണം എന്തൊരുപാട്